പോകുന്നത് മെന്റൽ എബിലിറ്റിയാണ്. എന്താ ഈ മെന്റൽ എബിലിറ്റി? കേട്ടുണ്ടോ? ഹലോ ബദ്രിനാഥ്. മെന്റൽ എബിലിറ്റി. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് മെന്റൽ എബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത് എളുപ്പമാണ്, പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, നമ്മൾ പറയില്ലേ, ഇപ്പം ഏത് എക്സാമിന് പോയി കഴിഞ്ഞാലും ഈ മെന്റൽ എബിലിറ്റിയുടെ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പോയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, നിങ്ങൾ ഇനിയിപ്പോൾ ഭാവിയിൽ ആ എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അല്ലേ. PSC ഉണ്ട്, SSC ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് എക്സാംസ് ഉണ്ട് അല്ലേ, നേവിൻ്റെ എക്സാം ഉണ്ട്. സോ അതിനൊക്കെ എന്താണ് ഈ ഒരു മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ. അതായത് ഏതൊരു എക്സാം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അരുണിമ എന്നാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ. സോ അത്ര ടഫുള്ള സംഭവം ഒന്നല്ല, നമുക്ക് എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. അതായത് നമ്മൾ പണ്ട് കളിക്കുടുക്ക, ബാലരമ അതിലൊക്കെ ഉണ്ടാവില്ലേ, ഒറ്റയാനെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ കുറേ ഗെയിംസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ. ഫിഗർ ഔട്ട് മാച്ചിങ്. മെന്റൽ എബിലിറ്റി കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. കുഴപ്പമില്ല, നമ്മൾ പഠിക്കും ഇപ്പോൾ. ഓക്കെ, നമ്മൾ കളിക്കുടുക്കയിൽ അല്ലെങ്കിൽ ബാലരമയിൽ അല്ലെങ്കിൽ ഏതൊരു പുസ്തകം ആയിക്കോട്ടെ, നമ്മൾ പണ്ട് കുറേ വായിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ നമ്മൾ ഗെയിംസ് പോലെ കണ്ടിട്ടില്ലേ. അതായത് ഒറ്റയാനെ കണ്ടുപിടിക്കാൻ 4 ഫ്രൂട്ട്സ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 3 പൈനാപ്പിൾ ആയിരിക്കും, 1 മാംഗോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മാംഗോ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കും അല്ലേ. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെയും വരിക. പക്ഷെ അന്ന് നമ്മൾ കളിക്കുടുക്ക പഠിച്ചതല്ല, കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവൽ എന്ന് പറയാം. പക്ഷെ എന്താണ്, വളരെ എളുപ്പമാണ് എന്തിന്, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സെറ്റല്ലേ, എല്ലാരും പഠിക്കാൻ സെറ്റല്ലേ? എല്ലാരും യെസ് എന്ന് കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം എത്ര പേര് ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്. എല്ലാരും സെറ്റാന്ന് പറ, പോരട്ടെ. എന്തുണ്ടെങ്കിലും ചാറ്റ് ബോക്സ് പറയാട്ടാ. പോരട്ടെ. ഓക്കെ, അപ്പോ ഈ ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് തിങ്സ് ഓർ ഒബ്ജെക്ട്സ് ഇൻ ടു എ ഗ്രൂപ്പ് ആൻഡ് ദെൻ ഫൈൻഡിങ് ദ ഡിഫറെന്റ് ഒബ്ജെക്ട് ഓർ തിങ്സ് ദാറ്റ് ഡസൻറ്റ് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 4 പൈനാപ്പിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 ഫ്രൂട്ട്സ് തന്നിട്ട് അതിൽ 3 പൈനാപ്പിളും 1 മാംഗോയും 1 മാങ്ങയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ പെടാത്തത് മാങ്ങയെന്ന് നമുക്കറിയാം. മാങ്ങേനെ നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കും. അത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിലെ വസ്തുക്കളെ ഉൾപ്പെടുത്തി ആ ഗ്രൂപ്പിൽ പെടാത്ത വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യും, ആ വസ്തുവിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ, മറ്റേതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഒഴിവാക്കും. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത്. എന്താണ് ഓഡ് മാൻ ഔട്ട് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? ഇവിടെ നമ്മൾ കാണാം അല്ലേ, നോക്കൂ. ഇതിൽ ഫസ്റ്റ് വണ്ണില് ഏതാണ് നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടാത്തത് ആരാ? ഒന്ന് കമന്റ് ചെയ്യും, നോക്കട്ടെ എത്ര പേർക്ക് കണ്ട് പിടിക്കാൻ പറ്റും എന്നുള്ളത്. ഞാനൊന്ന് നോക്കട്ടെ, ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞോളൂ. ആ ഫസ്റ്റ് വണ്ണില്, ഫസ്റ്റ് സെക്ഷനില് ആരായിരിക്കും പുറത്തു പോവാ? പെട്ടെന്ന് പോരട്ടെ, പെട്ടെന്ന് കമന്റ് ചെയ്യൂ ആൻസേഴ്സ്. ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പോരട്ടെ. ബി ആണ് അല്ലേ. അതായത് 3 ഫുട്ബോളും
എന്ത് ബോളും ആയിക്കോട്ടെ, 3 ബോളും ഒരു ബിയും ആണുള്ളത്. അതില് ബിയെ നമ്മൾ ഒഴിവാക്കൂ അല്ലെ. ഇനി രണ്ടാമത്തേത് നോക്കി നോക്കൂ. രണ്ടാമത്തേല് ഒരാള് കുറെ എല്ലാത്തിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ഒന്ന് നോക്കി നോക്കൂ. സെക്കൻഡിൽ ഏതാണ് നമ്മൾ ഒഴിവാക്കുക? രണ്ടാമത്തതില് 3 ബലൂണും ഒരു പെൻസിലും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഏതിനെയാണ് ഒഴിവാക്കുക? ഏതിനായിരിക്കും ഒഴിവാക്കുക? പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. ആ പെൻസിലാണ് അല്ലേ. 4 ബലൂൺ അല്ലല്ലോ, 3 ബലൂണേ ഉള്ളൂ. അതിൽ കൂടെ പെടാത്ത ആളാരാണ്? പെൻസിലാണ്. അതുകൊണ്ട് പെൻസിലിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി. ഇനി മൂന്നാമത്തേത് എന്താണ് അവിടെ ഉള്ളത്? 3 ഫ്രൂട്ട്സും ഒരു ആരാ ഉള്ളത്? സൈക്കിളിന്റെ മേലെ ഒരാൾ ഇരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സൈക്കിളിനെ നമ്മള് എന്താക്കി? സൈക്കിളിനെ നമ്മൾ എന്താക്കി? അങ്ങോട്ട് ഒഴിവാക്കി. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആരെ ഒഴിവാക്കും? 4 ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ ആരെ ഒഴിവാക്കും? ആരെ ഒഴിവാക്കുക? ക്യാബേജിനെ ഒഴിവാക്കൂ അല്ലേ. അല്ലേ, എന്തോ ഒരു വെജിറ്റബിൾ ആണ്, അത് ക്യാബേജ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മൾ ആ ക്യാബേജിനെ ഒഴിവാക്കും പറയും. അപ്പൊ സംഭവം ഇപ്പൊ ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തുണ്ടോ? ഒന്നും നമ്മൾ ചെയ്തില്ല. നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ്, അതായത് 4 സംഭവങ്ങൾ തന്നിട്ടുണ്ടാവും. ആ 4 സംഭവങ്ങളിൽ നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ആളെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഒഴിവാക്കും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, എല്ലാരും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യോ. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാരും മനസ്സിലായ ആൾക്കാരൊക്കെ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യും, നോക്കട്ടെ. ഈ നോ എന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി എന്നാണോ മനസ്സിലായില്ല എന്നാണോ ഡൗട്ട് ഇല്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാരും യെസ് എന്ന് കമന്റ് ചെയ്യൂ മനസ്സിലായിണ്ടെങ്കിൽ. ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? പോരട്ടെ പോരട്ടെ. ദിസ് ഇസ് വെരി ഈസി അല്ലേ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് മെന്റൽ എബിലിറ്റി ആണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തത്? നോക്കി മനസ്സിലാക്കി അല്ലേ. അതായത് മെന്റലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, 3 ബോളും ഒരു ഹണി ബീയും. അങ്ങനെയാകുമ്പോ ഹണി ബീനെ നമുക്ക് അങ്ങോട്ട് പുറത്താക്കാം. അത് എന്താണ്? നമ്മൾ മെന്റലി ചെയ്തതാണ്. നമ്മൾ എഴുതി ചെയ്തോ? ഇല്ലല്ലോ, ഇല്ല. ഇങ്ങനെയാണ് നമ്മളെ മെന്റൽ എബിലിറ്റിന്റെ ക്വസ്റ്റ്യൻസ് വരിക. അതായത് നമ്മൾ കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് നമ്മളെ മെന്റൽ എബിലിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ്? അതായത് വളരെ എളുപ്പമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ബോൾ ഉണ്ട്, ഒരു ഹണി ബീ ഉണ്ട്, ഹണി ബീ അതിൽ പെടൂല, അതുകൊണ്ട് നമ്മൾ ഹണി ബീനെ ഒഴിവാക്കി. വളരെ എളുപ്പല്ലേ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിട്ട് പോണത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, ഈസിയാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യന്റെ പോണതിന് മുന്നേ, അതായത് നമ്മളിപ്പോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത് വെറുതെ നമ്മൾ ഒബ്ജക്ട്സ് നോക്കിയിട്ടാ. അതായത് 3 ഫുട്ബോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 ബോൾ ഉണ്ടായിരുന്നു, ഒരു ബി ഉണ്ടായിരുന്നു, ഇത്ര ബലൂൺ ഉണ്ടായിരുന്നു, ഒരു പെൻസില്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മള് ഇത് പഠിക്കുമ്പോ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യത്യസ്തമാക്കുന്നത് പല വിധത്തിലുണ്ട്. അതായത് ആദ്യത്തെ ടൈപ്പാണ് ബേസ്ഡ് ഓൺ ഫോർമേഷൻ. എന്താ ഈ ബേസ്ഡ് ഓൺ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇൻ ദിസ് ടൈപ്പ് ഔട്ട് ഓഫ് ദ 4 ഫിഗേഴ്സ്
three figures are formed in the same manner while the fourth figure is different. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 4 എണ്ണം തന്നതില് 3 എണ്ണം എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. നാലാമത്തത് എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. അതന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് അല്ലേ? 3 ബോളും 1 ഹണി ബീയും 3 എണ്ണം ഒരേപോലെ ആയിരുന്നു. നാലാമത്തത് എന്തായിരുന്നു? വ്യത്യസ്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാലാമത്തേനെ ഒഴിവാക്കി. ഈ തരത്തിൽ 4 രൂപങ്ങളിൽ 3 രൂപങ്ങൾ എന്ത് ചെയ്യും? ഒരേ രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതേസമയം നാലാമത്തെ രൂപമോ വ്യത്യസ്തമായിരിക്കും. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ് ഇവിടെ കാണുന്നത്? എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ? ഒന്ന് കമന്റ് ചെയ്യോ? എന്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്? നോക്കട്ടെ എല്ലാരും എന്തൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെ കാണുന്നുണ്ട്? എടാ ഹോംവർക്ക്, മാത്സിന്റെ ഹോംവർക്ക് അല്ലേ അത്? മാത്സിന്റെ ടീച്ചർ ഡിസ്കസ് ചെയ്യൂട്ടാ. നമ്മൾ ഇന്ന് മെന്റൽ എബിലിറ്റി തുടങ്ങുകയാണ്. ഇനി മെന്റൽ എബിലിറ്റിയിൽ നമുക്ക് ഹോംവർക്ക്സ് വരും. ഓക്കെ, മാത്സിന്റെ ഹോംവർക്ക്സ് ഒക്കെ മാത്സിന്റെ ടീച്ചർ തന്നെ ഡിസ്കസ് ചെയ്യൂട്ടാ. അപ്പൊ എന്താണ്, എന്തൊക്കെ കാണുന്നുണ്ട് അവിടെ? ഒന്ന് കമന്റ് ചെയ്യൂ പെട്ടെന്ന്. എന്തൊക്കെ അവിടെ കാണുന്നുണ്ട്? പോരട്ടെ. നാല് ഫിഗേഴ്സ് ഉണ്ട്. ഇല്യൂഷനോ? ഇല്യൂഷൻ പോലെ ഉണ്ടല്ലേ നോക്കിയിട്ട്. 4 ഫിഗർ ഉണ്ട്. ആ 4 ഫിഗറും എന്താണ്? കുറെ സർക്കിൾസ് കാണാനുണ്ടാവും അല്ലെ? സർക്കിൾസ് കാണാനുണ്ട്. പക്ഷെ നിങ്ങളോട് പറഞ്ഞത് ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഹൗസ് സ്ക്വയർ ആണോ അത്? വീടിന്റെ ഷേപ്പ് പോലെ ഉണ്ട് അല്ലെ? നമ്മൾ പണ്ടൊക്കെ വീട് അങ്ങനെയല്ലേ ഷേപ്പിൽ വരയ്ക്കുക. ഓക്കെ, പാറ്റേൺ കാണുന്നുണ്ടോ? അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ 4 ഫിഗറില് എന്ത് ചെയ്യണം? ഓടായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൂട്ടത്തിൽ പെടാത്ത ആളെ ഒഴിവാക്കണം. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തില് കൂട്ടത്തിൽ പെടാത്ത ആളെ നമ്മൾ ഒഴിവാക്കണം. എങ്ങനെയാ നമ്മൾ ഒഴിവാക്കുക? എന്തിന്റെ ബേസിലാണ് നമ്മൾ ഒഴിവാക്കുക? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതായത് ആദ്യത്തെ ഫിഗർ നോക്കി നോക്കൂ. അവിടെ എത്ര വട്ടം ഉണ്ട്? 3 വട്ടം ഉണ്ട് അല്ലെ? ഒരു ത്രികോണവും 3 വട്ടവും അല്ലേ? രണ്ടാമത്തെ ഫിഗറോ? 3 വട്ടവും ഒരു സ്ക്വയറും അല്ലെ? അപ്പൊ ആദ്യത്തെ ഫിഗറിൽ ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? എത്ര സൈഡ് ഉണ്ട്? മേ ബി 4 ആണെന്ന് എല്ലാരും പറയുന്നുണ്ട് അല്ലെ? നമുക്ക് നോക്കി നോക്കാം കേട്ടാ. ഓക്കെ, ആദ്യത്തെ ഫിഗറില് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. അതിന്റെ കൂടെ 3 സർക്കിളും ഉണ്ട്. സെക്കൻഡ് ഫിഗറിലോ 4 സൈഡാണ് എന്തിനുള്ളത്? നമ്മളെ സ്ക്വയറിനുള്ളത് അല്ലെ? സ്ക്വയറിന് 4 സൈഡും 3 എന്തുണ്ട്? 3 സർക്കിളും ഉണ്ട്. മൂന്നാമത്തേലോ എന്തെന്നെയാണ്? സ്ക്വയർ തന്നെയാണ് ഉള്ളത് അല്ലെ? സ്ക്വയറും എത്ര വട്ടുണ്ട്? എത്ര വട്ടുണ്ട് അവിടെ? 1 2 3 4. അതായത് 4 സ്ക്വയർ, 4 സൈഡുള്ള സ്ക്വയറും 4 സൈഡല്ലേ നമ്മളെ സ്ക്വയറിനുള്ളത്. അപ്പൊ 4 സൈഡും 4 സർക്കിളും. ഇനിയോ നാലാമത്തെ ഫിഗർ നോക്കി നോക്കൂ. എത്ര സൈഡ് ഉണ്ട് അവിടെ? 5 സൈഡ് ഉണ്ട് അല്ലെ? 5 സൈഡും 5 സർക്കിളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ആദ്യത്തേല് ഒരു ട്രയാങ്കിൾ ആയിരുന്നു അല്ലെ? 3 സൈഡ് 3 സർക്കിള്. സെക്കൻഡില് 4 സൈഡ് 3 സർക്കിള്. തേർഡില് 4 സൈഡ് 4 സർക്കിള്. ഫോർത്തിലോ 5 സൈഡ് 5 സർക്കിള്. ഏതായിരിക്കും ഒഴിവാക്കുക? നിങ്ങളൊന്ന് പറയും. ഏതായിരിക്കും നമ്മൾ ഒഴിവാക്കുക? ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം കിട്ടുന്നുണ്ടോ? ആൻസേഴ്സ് ഒക്കെ ഓരോ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോരട്ടെ പോരട്ടെ. ബി ആണല്ലേ ഒഴിവാക്കുക? അതായത് സെക്കൻഡ് വൺ. എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒഴിവാക്കുക? എന്തുകൊണ്ടായിരിക്കും?
എന്തുകൊണ്ടായിരിക്കും? ബാക്കിയൊക്കെ എന്താണ്? ആ സൈഡുകളായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, 3 സൈഡ്. ലാസ്റ്റിലെ 4 സർക്കിൾ ആണോ ഉള്ളത്? ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് നോക്കൂ. എത്ര സർക്കിൾ ഉണ്ട്? എത്ര സർക്കിൾ ഉണ്ട്? 1 2 3 4 5 സർക്കിൾ ഇല്ലേ? ഒന്നുകൂടെ നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 3 സൈഡുള്ള ട്രയാങ്കിള്, 3 സൈഡ് 3 സർക്കിള്. സെക്കൻഡിനോ 4 സൈഡ് 3 സർക്കിള്. ബാക്കിയൊക്കെ എന്തായിട്ട് റിലേറ്റഡ് ആണ്? 4 സൈഡ് 4 സർക്കിള്, 5 സൈഡ് 5 സർക്കിൾ. അപ്പൊ 6 സൈഡ് ഉണ്ടെങ്കിലോ 6 സർക്കിള് വേണ്ടേ? അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഏതിന് നമ്മൾ ഒഴിവാക്കും? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ ഒഴിവാക്കുക, അല്ലേ? അത്രേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ എന്തോ ഒരു ബന്ധം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത്ര സൈഡ് ഉണ്ട്, അപ്പൊ ഇത്ര സർക്കിൾ ഉണ്ട്. ഓരോ ക്വസ്റ്റിനും ഓരോ ടൈപ്പ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ശരിയാണോ എന്ന് നോക്കാം. നിങ്ങളാണ് പറഞ്ഞത് എന്ത്? രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം അല്ലേ? ഓക്കെ, അതാ except figure 2, in all other figures the innermost geometrical figure is made up of similar number straight lines as there are circles. അതായത് എന്താ പറഞ്ഞത്? നമ്മളിപ്പോ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് അല്ലെ. ചിത്രം 2 ഒഴികെ മറ്റെല്ലാ ചിത്രങ്ങളിലും ഏറ്റവും ഉള്ളിലുള്ള ജാമിതീയ രൂപവൃത്തത്തിന്റെ ഉള്ളതിന്, അതായത് വൃത്തങ്ങൾ ഉള്ളതിന് സമാനമായ എണ്ണം നേർരേഖകളല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തതാണ് ഒഴിവാക്കണ്ടേന്ന് പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഇതൊന്ന് നോക്കി നോക്കൂ, സിമ്പിൾ ആണ്. ഒന്ന് നോക്കി നോക്കൂ, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കമാൺ, എന്നിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യും. എത്രാമത്തെ ഓപ്ഷനാന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടാ. എത്രാമത്തെ ഓപ്ഷനാന്ന് കമന്റ് ചെയ്യാം. പോരട്ടെ. പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. പല ആൻസേഴ്സും വരുന്നുണ്ടല്ലോ. പോരട്ടെ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ ആൻസർ? കിട്ടുന്നുണ്ടോ? ആദ്യത്തത് എന്താണ്? റണ്ണാണ് അല്ലെ. എന്താ ഈ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക അല്ലെ. അപ്പോ RUN ആണ്. സെക്കൻഡിലോ ഈ 3 ആൽഫബറ്റും ഉണ്ടോ? RUN തന്നെ ഉണ്ട്. എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ഓർഡർ ഒന്ന് മാറ്റി തന്നിട്ടേ ഉള്ളൂ അല്ലെ. UNR തന്നിട്ടേ ഉള്ളൂ. ഓക്കെ, തേർഡ് വണ്ണിലോ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട് അല്ലെ. ആരാ? K ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഫോർത്ത് വണ്ണിലോ RUN തന്നെ ഉണ്ട്. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പോ നമുക്ക് എന്ത് പറയാം? ഏതാണ് നമ്മൾ ഒഴിവാക്കണ്ടേന്ന് പറയാം? മൂന്നാമത്തെ ഓപ്ഷൻ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? അതായത് പുതിയൊരാളുണ്ട്. അതായത് RUN എന്ന് പറയുന്ന 3 ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ബാക്കി 3 എണ്ണവും ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ മൂന്നാമത്തതോ K എന്ന് പറയുന്നൊരു ആൽഫബറ്റ് അവിടെ വന്നു, ഒരു ആൽഫബറ്റ് പോയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ ഒഴിവാക്കേണ്ടത് മൂന്നാമത്തെ ആണെന്ന് പറയാം.
ഓക്കെ, സെറ്റ് അല്ലേ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എളുപ്പല്ലേ ഇത് ചെയ്യാൻ വേണ്ടിട്ട്? സെറ്റ് ആയ ആൾക്കാരൊക്കെ ഒന്നൊരു തമ്പിടുവോ? പോരട്ടെ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് ഇട്ടാ മതി. ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. പോരട്ടെ പോരട്ടെ. ഇനി ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയണേ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് ഇട്ടാൽ മതി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പല തമ്പുകളും ഞാൻ കാണുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ആൻസർ അല്ലേ? RUN ഉണ്ട്, UNR ഉണ്ട്, NKU ഉണ്ട്, RNU ഉണ്ട്. നമ്മൾ പറഞ്ഞു തേർഡ് വൺ ആണ് റൈറ്റ്. ചിത്രം 3 ഒഴികെ മറ്റെല്ലാ അക്കങ്ങളും RUN എന്ന് 3 അക്ഷരങ്ങൾ ചേർന്നതാണ്. എന്നാൽ ചിത്രം 3ലോ R എന്നതിന് പകരം എന്താണ് വന്നത്? K ആണ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 ഒഴിവാക്കാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ. എന്തോ കുറെ സർക്കിൾസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഇല്ലേ? ഒന്ന് കണ്ടുപിടിച്ചു നോക്കൂ. എന്താണ്? ഏതിനെ നമ്മൾ ഒഴിവാക്കും? എത്രാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഒഴിവാക്കേണ്ടി വരിക? ഏതായിരിക്കും? പോരട്ടെ, ആൻസേഴ്സ് ഒക്കെ പോരട്ടെ. പോരട്ടെ പോരട്ടെ. 4 ആണോ? എല്ലാരും 4 പറയണ്ടല്ലോ. 4 ആണോ? എന്തുകൊണ്ടാ 4 വന്നത്? ഫസ്റ്റ് ഫിഗറില് 2 സർക്കിൾസ് കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ? അതായത് ഒന്നിന്റെ മേലേക്ക് കയറിയിട്ടുണ്ട്. സെക്കൻഡ് ഫിഗറിലും തല തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. പക്ഷെ എന്തുണ്ട്? ഒരേപോലെ തന്നെയാ അല്ലേ? ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മൂന്നാമത്തെ ഫിഗറോ സെയിം അല്ലേ? ഒരേപോലെയാണ്. തല തിരിച്ചിട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഒരാൾ ഓവർലാപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു സർക്കിളേ കയറിയിട്ടുള്ളൂ. അതായത് 2 കൂട്ടി വന്നു. നാലാമത്തെ ഫിഗറിലോ എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ? 1, 2, 3 ഏകദേശം ഒരേപോലെയാണ്. എന്തേ മാറിയിട്ടുള്ളൂ? സൈഡേ മാറിയിട്ടുള്ളൂ. അതായത് ഒന്ന് കുത്തനെയാണ്, ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്നുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നാലാമത്തെ ഫിഗറോ എല്ലാം കൂടെ കൂടിക്കിടക്കാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏത് ഒഴിവാക്കണം? നാലാമത്തെ ഒഴിവാക്കണം. ഓക്കെ ആണോ എന്ന് നോക്കാല്ലേ നമുക്ക്? ഏതായിരിക്കും ആൻസർ? 4 അല്ലേ? ആണല്ലേ? അതായത് except figure 4 all other figures have only 2 intersecting circles. അതായത് ഏതേ ഉള്ളൂ? 2 ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഏതില്? 1ലും 2ലും 3ലും. പക്ഷെ 4ലോ എല്ലാം കൂടെ, അതായത് 3 സർക്കിളും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, ഒന്ന് ചെയ്തു. എന്താണ്? കുറെ പ്ലസ് സൈൻ ഒക്കെ കാണുന്നുണ്ട് അല്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഏത് ഓപ്ഷനാണ് ഇത് നോക്കിയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഒഴിവാക്കുക?
അക്ഷിത ഗിരീഷ് പുതിയ ആളാണോ? ഹലോ. ഏതൊഴിവാക്കും? എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അല്ലേ? അത് കണ്ടുപിടിച്ചു നോക്കൂ. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ 2 പറയുന്നുണ്ട്, 3 പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. നോക്കി നോക്കൂ. ഏതായിരിക്കും ആൻസർ? ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കി നോക്കൂ. ആദ്യം കിടക്കുന്നത് ചെറിയ പീസാണോ വലിയ പീസാണോ? താഴെ കിടക്കുന്നത് ഏതാണ്? വലിയ പീസാണ് ആദ്യം വരുന്നത് അല്ലേ? പിന്നെയാണ് എന്ത് വരുന്നത്? ചെറിയ പീസ് വരുന്നത് അല്ലേ? പ്ലസ് സൈൻ എല്ലാത്തിലും നടുവിലാ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ നോക്കണ്ട. പിന്നെ നമുക്ക് ആകെ നോക്കാനുള്ളത് 2 പീസ് ഉണ്ട്, ഒരു വലിയ പീസ് ഒരു ചെറിയ പീസ്. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ആദ്യത്തെ കിടക്കുന്നത് വലിയ പീസാണ് ആദ്യം അല്ലേ? വലിയ പീസല്ലേ ആദ്യം കിടക്കണത്? ആണ്. സെക്കൻഡിൽ ഏത് പീസാ? വലിയ പീസാണോ ചെറിയ പീസാണോ? ഒന്ന് കമന്റ് ചെയ്യോ. വലിയ പീസാണോ ചെറിയ പീസാണോ? ഏതാ? ഏത് പീസാണ്? ചെറുതാണോ വലുതാണോ? കമന്റ് ചെയ്യൂ, പോരട്ടെ. ചെറിയ പീസല്ലേ ആദ്യം വരുന്നേ? ആണ്. എന്നിട്ടാണ് വലിയ പീസ് വരുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആദ്യത്തേൽ എന്താ വന്നത്? വലിയ പീസ് ആദ്യം വന്നു, പിന്നെ ചെറിയ പീസ് വന്നു. സെക്കൻഡിലോ ചെറിയ പീസ് ആദ്യം വന്നു, പിന്നെ വലുത് വന്നു. തേർഡ് വണ്ണ് ഇങ്ങനെ ആയിരിക്കണേ, അതിനെ ഇങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ. അപ്പൊ എന്ത് വരും? വലിയ പീസല്ലേ ആദ്യം വരണേ? വലിയ പീസ് പിന്നെ ചെറിയ പീസ്. പിന്നെയോ മറ്റേതിനെ തല കുത്തനെ ആക്കിയാൽ മതി. എങ്ങനെ കിടക്കണേ? നേരെ തല തിരിച്ചാൽ മതി. എന്ത് വരും? വലിയ പീസ് ആദ്യം, ചെറിയ പീസ്. അപ്പൊ ഇതിൽ ഒഴിവാക്കേണ്ടത് ആരെയാണ്? ആരൊഴിവാക്കും? ആരെ ഒഴിവാക്കും? 2 ആണോ 3 ആണോ? 2 ആണല്ലേ? 2 മാത്രല്ലേ ചെറിയ പീസ് ആദ്യം വരുന്നുള്ളൂ, ബാക്കി എല്ലാത്തിലും വലിയ പീസല്ലേ ആദ്യം വരുന്നേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 ഒഴിവാക്കണം എന്ന് പറയാം. ഓക്കെ, മനസ്സിലായിണ്ടോ? അത് നമുക്ക് നോക്കാം അല്ലെ, 2 ആണോ ആൻസർ എന്നുള്ളത് നോക്കാം. എക്സെപ്റ്റ് ഫിഗർ 2 all other figures are same when rotated. അതായത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഒഴികെ ബാക്കി എല്ലാത്തിലും ആരാണ് ആദ്യം വരുന്നത്? വലിയ പീസാണ് ആദ്യം വരുന്നത്, പിന്നെ എന്ത് വരുന്നുള്ളൂ? ചെറിയ പീസ് വരുന്നുള്ളൂ. അപ്പൊ അതൊരു ഡിഫറൻസ് അല്ലേ? ഇത് മനസ്സിലായിണ്ടോ? ഇല്ലാത്തവരൊന്ന് പറയോ? ഇല്ലാത്തവരൊന്ന് തംസ് ഡൗൺ ഇടോ, നോക്കട്ടെ. തംസ് ഡൗൺ ഒന്ന് ഇടോ മനസ്സിലാവാത്തവര്. കുറച്ചൊന്ന് നമ്മൾ ആലോചിക്കണം. അതായത് നോക്കുമ്പോ തന്നെ പ്ലസ് സൈൻ നമ്മൾ കാണുന്നുണ്ട്, പ്ലസ് സൈൻ എല്ലാത്തിലും ഉണ്ട്. ഐ വാണ്ട് ഹോംവർക്ക് തരൂ കേട്ടോ, അവസാനം തരും, വർക്ക്ഷീറ്റ് തരൂ കേട്ടോ. ഓക്കെ. അതായത് എല്ലാത്തിലും നമ്മൾ എന്ത് കാണുന്നുണ്ട്? പ്ലസ് സൈൻ കാണുന്നുണ്ട്. പക്ഷെ എന്താണ്? വലുതും ചെറുതുമാണ് നോക്കേണ്ടത്. ആദ്യം വലുതാണ് എല്ലാത്തിലും ഉള്ളത്, ഒന്നിൽ മാത്രമേ ചെറിയ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതാണ് ഒഴിവാക്കേണ്ടത്.
ആർക്കും സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഗ്രൂപ്പിലൊന്നും കാണുന്നില്ല, ഐ മീൻ ചാറ്റിലൊന്നും കാണുന്നില്ല. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാവരും തംസ് അപ്പ് ഇടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കുറച്ച് സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കി പറയോ. ഒന്ന്, ഫസ്റ്റ് ഫിഗറിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഫിഗറിൽ രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, തേർഡ് ഫിഗറിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഫോർത്ത് ഫിഗറിലോ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ? ഇല്ലേ? ഗുളിക പോലെ ഉണ്ട് അല്ലേ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ. ഓക്കെ, ഒന്ന് നോക്കി നോക്കൂ, ഏതായിരിക്കും? ഞാൻ ഈ പറഞ്ഞത് തന്നെ ആൻസർ കിട്ടിയില്ലേ? പോരട്ടെ, ആൻസേഴ്സ് വരുന്നുണ്ട്. 2 ആണല്ലേ? എല്ലാരും 2 എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ? ബാക്കി എല്ലാത്തിലും ഒന്നല്ലേ കളർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ സെക്കൻഡ് ഫിഗറിലോ രണ്ടെണ്ണം കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ആണെന്ന് പറയാം അല്ലേ? ആ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അത് സെക്കൻഡ് അല്ലേ? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാരും 2 എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അതായത് ഒന്നില് ഒരു ഭാഗമേ ഉള്ളൂ, രണ്ടില് രണ്ട് ഭാഗമുണ്ട്, ബാക്കി തേർഡിലും ഫോർത്തിലും ഒക്കെ ഒരു ഭാഗേ കളർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ആണെന്ന് പറയാം. സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ കുറെ ഫിഗേഴ്സ് അതുണ്ട്. ഇതിൽ ഏതിന് നമ്മൾ എടുത്ത് ഒഴിവാക്കും? എന്തോ ഒരു പ്രത്യേകത ഇല്ലേ ഇതില്? ഉണ്ടല്ലേ? എന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തായിരിക്കും നമ്മളെ പ്രത്യേകത? എന്തായിരിക്കും? ഒന്ന് നോക്കി നോക്കൂ. ആ ഫിഗേഴ്സ് ഏകദേശം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ഈ മെന്റൽ എബിലിറ്റിന്റെ ഏറ്റവും വലിയ സുഖം. പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? എല്ലാരും കമന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ് ഓപ്ഷൻ? ഏതാണ്? എല്ലാരും പറയുന്നുണ്ട് 1 ആണ്. അല്ലേ? 1 അല്ലേ? ആണല്ലേ? എന്തുകൊണ്ടാ? സെക്കൻഡ് ഫിഗറില് രണ്ടൂടെ കൂടി മേലേക്ക് കിടക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. തേർഡ് ഫിഗറിലോ ഓവർലേപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒന്നൊന്നിന്റെ മേലേക്ക് കയറി കിടക്കുന്നുണ്ട്. സെക്കൻഡ് വണ്ണിലും ഒന്നൊന്നിന്റെ മേലേക്ക് കയറി കിടക്കുന്നുണ്ട്. ഫോർത്ത് ഫിഗറിലും ഒന്നൊന്നിന്റെ മേലേക്ക് കയറി കിടക്കുന്നുണ്ട്. ഐ ആം ബോറിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഫിഗറിൽ കയറി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഫിഗർ ആണെന്ന് പറയാം. അതായത് സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഒക്കെ എന്തുണ്ട്? മേലേക്ക് കയറി കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ ഇല്ല. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഫിഗർ ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ദിവസം നമ്മള് ഞാൻ സ്പീഡ് കൂടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടാ. ഓക്കെ, ഒന്ന് ചെയ്തോ. ഇത് ഞാൻ ചെയ്ത് തരേണ്ട ആവശ്യമുള്ള, നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളു. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ. നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോ ഇത്ര ചെയ്ത് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഈ 6 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയോ ഒരു വശവശക്ക് ഏതോ ഒന്നിൽ തോന്നൂലേ? അതിനെയാണ് നമ്മൾ എടുത്ത് ഒഴിവാക്കണത്. അത്രേ ഉള്ളൂ. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, എന്താ പ്രത്യേകത, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഒഴിവാക്കുക? പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് കമന്റ് ചെയ്തോളൂ.
ആൻസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. പോരട്ടെ പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. ഫോർത്ത് വൺ ആണോ? നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് 3 ഫിഗറിലും ആരോ ഉണ്ട്. 4 ഫിഗറിലും ആരോ ഉണ്ട്, പക്ഷെ 3 ഫിഗറിലും ആരോന്റെ പ്രത്യേകത എന്താണ്? മൂന്നെണ്ണത്തിലും ആരോ ഉള്ളിലേക്കാണ് അല്ലെ? നമുക്ക് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ? 3 ആരോ ഉള്ളിലേക്കാണ്, ഫോർത്ത് വണ്ണില് മാത്രം ആരോ പുറത്തേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർത്ത് വണ്ണാണ് ഒഴിവാക്കാനുള്ളത് എന്ന് പറഞ്ഞൂടെ അല്ലെ? എല്ലാത്തിലും ആരോ ഉള്ളിലേക്കാണ്. ഇതില് ആദ്യത്തെ 3 ഫോർത്ത് വണ്ണില് മാത്രം ആരോ പുറത്തേക്കാണ്. അതുകൊണ്ട് എന്ത് പറയാം? അതാണ് ഒഴിവാക്കണ്ടേന്ന് പറയാം അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ എളുപ്പല്ലേ മക്കളെ? ഓക്കെ, നോക്കിക്കോളൂ. 4 ഫിഗർ ഉണ്ട്, കുറെ ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്. ഏതായിരിക്കും? ആൻസർ? ആൻസേഴ്സ് പോരട്ടെ. പോരട്ടെ. 2 ആണോ? 2 ആണല്ലേ? എല്ലാരും 2 എന്നാണ് കമന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ 2 ആയിരിക്കുന്നത്? ആ ലൈൻസ് ഒന്ന് നോക്കി നോക്കൂ. ഫസ്റ്റ് വണ്ണില് എൻഡിലേക്കാണ് ആ ലൈൻ ഉള്ളത് അല്ലെ? എൻഡിലേക്കാണ്. സെക്കൻഡ് വണ്ണിലോ നടുവിലേക്കാണ് ആരോ ഉള്ളത്. ആരോ അല്ല, ലൈൻ ഉള്ളത്. 2 ലൈൻസ് ഉണ്ട്, ആ 2 ലൈനും നടുവിലാണ് കിടക്കുന്നത്. തേർഡ് വണ്ണിലോ എൻഡിലേക്കാണുള്ളത്. ഫോർത്ത് വണ്ണിലോ എൻഡിലേക്കാണുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 4 പറഞ്ഞതില് ഒന്നില് മാത്രം നടുവിലാണ് എന്ത് കിടക്കണത്? ആ 2 ലൈനും കിടക്കണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെടുത്ത് ഒഴിവാക്കിയാ പോരെ? ബാക്കി എല്ലാത്തിലും ലാസ്റ്റിലേക്കാണ് ലൈൻ കിടക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് വണ്ണാണ് എടുത്ത് ഒഴിവാക്കാനുള്ളതെന്ന് പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അതായത് നടുവിലേക്കാണ് വരുന്നത്. അതായത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? ബാക്കി എല്ലാത്തിന്റെയും ഏറ്റവും എൻഡിലേക്കാണ് അല്ലെങ്കിൽ അവസാനത്തേക്കാണ് എന്ത് വരുന്നത്? ആ 2 ലൈൻസും വരുന്നത്. പക്ഷേ സെക്കൻഡില് മാത്രം നടുവിലേക്കാണ്. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ എളുപ്പല്ലേ? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലെ? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഓഡ് മാൻ ഔട്ട്. അതായത് എന്താ നമ്മളെ ഈ ഓഡ് മാൻ ഔട്ട്? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? അതായത് ഓഡായ ആളെ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ആളെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതന്നെയാണ് നമ്മളെ ഓഡ് മാൻ ഔട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറെ ആരോകളൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് നോക്കി നോക്കൂ. ഒരു ഫിഗർ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്, നമ്മളെ ലാലേട്ടന്റെ പോലെ അല്ലെ? ഓക്കെ, ലാലേട്ടൻ ഫാൻസ് ഒക്കെ അല്ലേ ഇവിടെ? ലാലേട്ടൻ ഫാൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടാ. ഓക്കെ, ഏതാണ്? കണ്ടുപിടിക്കൂ, കമന്റ് ചെയ്യൂ. ഏതായിരിക്കും? ഏതായിരിക്കും മക്കളെ? ഈ വീഡിയോ ഗ്രൂപ്പില്
നമ്മളെ ലൈവ് വീഡിയോ വരും കേട്ടോ, നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലൈവ് സ്ട്രീം ആണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യൂ. വൺ 2 3 പല ആൻസേഴ്സ് വരുന്നുണ്ടല്ലോ. 1 2 3 ഏതായിരിക്കും? ഫസ്റ്റ് ഫിഗർ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഫിഗറിൽ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ ഇങ്ങനത്തെ സൈഡ് ഉള്ള ഫിഗേഴ്സ്, അതായത് നേരത്തെ നമ്മൾ ചെയ്തു അല്ലേ, 4 വന്നു. അപ്പൊ 1 2 3 4 ഓപ്ഷനിൽ വന്നു. നമുക്ക് നോക്കാം ആരാ ആൻസറാ ശരി എന്നുള്ളത് അല്ലേ. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആരോകൾ ഉണ്ട്, വേണമെങ്കിൽ ആരോകൾ കൗണ്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ആരോകൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോ പോലെയാ. 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ അത് പറ്റൂല. പിന്നെ എന്താ ഉള്ളത്, സൈഡുകൾ ഉണ്ട് അല്ലെ. അതായത് തന്ന ഫിഗറിന്റെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ട്രയാങ്കിൾ ആണ്, 3 സൈഡ്. മറ്റേത് റെക്റ്റാങ്കിൾ ആണ് അല്ലെ. എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. തേർഡിലോ 4 സൈഡ്. ഫോർത്തിലോ 5 സൈഡ്. അപ്പൊ അതും ഡിഫറെന്റ് ആണ്, അതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ആകെ നമുക്ക് പറ്റണത് എന്തേ ഉള്ളൂ, ഈ ആരോനെയും ഫിഗറിനെയും ഒരുമിച്ച് അങ്ങോട്ട് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യത്തേല് 3 എണ്ണം, 3 ആരോ എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ 3 3 2 അല്ലേ. 3 2, 3 സൈഡ് 2000. അടുത്തേലോ 4 സൈഡ് 4000. ഓക്കെ, അടുത്തതോ 4 സൈഡ് 3000. സൈഡിന്ന് ഒന്ന് കുറഞ്ഞു 3. അടുത്തത് 5 സൈഡ് 4000. അതിലും എന്തായി, 5 സൈഡ് 5ന്ന് ഒന്ന് കുറച്ചു 4. അപ്പൊ അവിടെ എന്തോ ഒരു കണക്ഷൻ വന്നു അല്ലേ, ഇല്ലേ? അതായത് 3 സൈഡ് 2 ആരോ. അപ്പൊ 3 സൈഡ് ഉണ്ടായിരുന്നു, അത് ഒന്ന് കുറച്ചതാണ് 2 ആരോ. അപ്പൊ അവിടെ എന്തോ റിലേഷൻ വന്നു. രണ്ടാമത്തേൽ എന്ത് കിട്ടുന്നില്ല, റിലേഷൻ കിട്ടുന്നില്ല. അതായത് 4 4 എന്നാ വരുന്നത്. അപ്പൊ അത് എന്തോ ഒരു പ്രശ്നമുണ്ട്. പിന്നെയോ 4 3, 4 സൈഡ് 3000. അപ്പൊ അവിടെ എന്തോ കിട്ടി. 5 സൈഡ് 4000, അവിടെ എന്തോ കിട്ടി. അപ്പൊ നമുക്ക് ഏതാ പുറത്ത് കളയാനുള്ളത്? ഒന്ന് കമന്റ് ചെയ്യൂ. ഈ പറഞ്ഞതെന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ആരാ പുറത്ത് കളയണ്ടേ? ആരെയാണ് പുറത്ത് കളയണ്ടേ? പോരട്ടെ. 2 ആണല്ലേ നമ്മൾ പറഞ്ഞു. 4 4 വന്നത്, അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് എന്തോ പറയാം, അതായത് 4 സൈഡും 4 ആരോയും അത് പറ്റൂല. ബാക്കി എല്ലാത്തിലും എന്താ വന്നത്? സൈഡിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് ആരോന്റെ എണ്ണം അല്ലേ. 4 പറയുന്ന ആൾക്കാർ, 3 4 പറയുന്ന ആൾക്കാർ ഒന്ന് നോക്കി നോക്കൂ. അതായത് സൈഡിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് ആരോന്റെ എണ്ണം. 5 സൈഡ് ഉണ്ടായിരുന്നു 4ാമത്തെ ഫിഗറിന് അല്ലേ. അതൊന്ന് ഒന്ന് കുറച്ച എണ്ണം അല്ലേ ആരോകൾക്കുള്ളത്? 4 എണ്ണം. ഒന്നാമത്തേനോ 3 എണ്ണം ഉണ്ട്, 3 സൈഡ് ഉണ്ട്, അതില് എന്തേ ഉള്ളൂ, 2 ആരോസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സെക്കൻഡ് ഫിഗർ ആണ് ഒഴിവാക്കാനുള്ളത്. ഓക്കെ, എല്ലാരും 2 കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, രണ്ടാമത്തെ ഫിഗർ ആണ് ഒഴിവാക്കാനുള്ളത് എന്ന് പറയും അല്ലേ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഒക്കെ വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ.
നോക്കി നോക്കൂ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് കമന്റ് ചെയ്തോ. പോരട്ടെ പോരട്ടെ. പോരട്ടെ. ഏതായിരിക്കും? ആരോകളുണ്ട്, വരകളുണ്ട്, ഡോട്ടുകളുണ്ട്. ഏതായിരിക്കും? ഏതായിരിക്കും? 2 ആണോ 3 ആണോ? വണ്ണ് വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം അല്ലെ. അതായത് ഫസ്റ്റ് വണ്ണില് 2 ഡോട്ടും എവിടെയാ കിടക്കണേ? എവിടെയാ കിടക്കണേ? ഒരേ സൈഡിലാണ് അല്ലേ? 2 ഡോട്ടുകളും ഒരേ സൈഡിലാണ്. സെക്കൻഡ് വണ്ണിലോ 2 ഡോട്ടും ഒരേ സൈഡിലാണ്. തേർഡ് വണ്ണിൽ അങ്ങനെ ആണോ? അല്ല അല്ലേ? ഒന്ന് ഒരു ഭാഗത്തും ഒന്ന് മേലെയാ കിടക്കുന്നത്. രണ്ടും 2 ഭാഗത്താണ് നമ്മളെ മൂന്നാമത്തേല് കിടക്കുന്നത്. നാലാമത്തേലോ 2 ഡോട്ടും അല്ലെങ്കിൽ 2 കുത്തും ഒരേ ഭാഗത്തല്ലേ? അപ്പൊ ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? 3 ആണല്ലേ? എല്ലാരും 3 കമന്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? ഒന്ന് മേലെ ഒന്ന് താഴെയല്ലേ കിടക്കണേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതാണ് നമ്മൾ ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ അതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയാം. ബാക്കി എല്ലാത്തിന്റെ കേസിലോ 2 കുത്തും ഒരേ വശത്താണ് കിടക്കുന്നത് അല്ലെ? ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ മേലെ എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൂന്നാമത്തേന്റെ മാത്രം 2 വശത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തേനെ നമ്മൾ ഒഴിവാക്കുന്നു പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തലേക്ക് പോവല്ലേ? ഒന്ന് തംസപ്പ് ഒക്കെ ഇടാം. അടുത്തലേക്ക് പോവല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെ ആകെ എനിക്ക് കോണ്ടാക്ട് ഉള്ളത് ഈ ഒരു ചാറ്റ് വഴിയാണ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്യാൻ ആരും മടിച്ചിരിക്കൊന്നും വേണ്ട. ആകെ നമ്മൾ ഫോണൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരല്ലേ. കമന്റ് ചെയ്യാൻ ഇത്ര പണിയുണ്ടോ? പോരട്ടെ തംസപ്പ് പോരട്ടെ. വരട്ടെ. തംസപ്പ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? എളുപ്പല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ വരാം. ഓക്കെ, ഒന്ന് നോക്കി നോക്കും. നമ്മക്ക് ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ? അത് ക്ലൂ ആണ് കേട്ടോ. ഒന്ന് നോക്കി നോക്കൂ. മക്കളെ, നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. അമ്മാതിരി ചൂടല്ലേ? ഈ ചൂടത്ത് വെള്ളമൊക്കെ കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കഴിച്ച് വന്നോളൂ എല്ലാവരും. എങ്ങനെ ചെയ്യും? ഏതായിരിക്കും? കമന്റ് ചെയ്യൂ. ആക്സസ് ഒക്കെ വരുന്നുണ്ട്. പോരട്ടെ. ഏതായിരിക്കും ആൻസർ? ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കമന്റില്. നമുക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ? എന്തുകൊണ്ടാ?
അതായത് ബാക്കി എല്ലാ വരകളും കുത്തനെയുള്ള വരകൾ ഉണ്ടോ അവിടെ? ഉണ്ടോ? കുത്തനെയുള്ള വരകൾ ആകെ ഒന്നല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ വരകളും ചെരിഞ്ഞിട്ടല്ലേ അല്ലേ? ചെരിഞ്ഞ വരകളാണ്. മൂന്നിലും ഒന്നില് രണ്ട് ചെരിഞ്ഞ വരകൾ അല്ലെ, നമ്മള് സ്ലീപ്പിംഗ് ലൈൻ എന്നൊക്കെ പറയും അല്ലെ. തേർഡ് വണ്ണിലും ചെരിഞ്ഞ വരയാണ്. ഫോർത്ത് വണ്ണിലും ചെരിഞ്ഞ വരയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് വണ്ണിൽ മാത്രം കുത്തനെയുള്ള വരകളാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തേനെടുത്ത് ഒഴിവാക്കാം അല്ലെ. അപ്പൊ എല്ലാവർക്കും സെറ്റ് അല്ലേ? എല്ലാവരും 2 കമന്റ് ചെയ്യുന്നുണ്ട്. കിട്ടുന്നില്ലേ മക്കളെ നിങ്ങൾക്ക്? അതായത് ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും എന്താണ്? ചെരിഞ്ഞ വരകളാണ്. രണ്ടാമത്തേൽ മാത്രം കുത്തനെയുള്ള വരകളാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? സൈഡ് വെച്ചിട്ട് നോക്കാം. പക്ഷെ സൈഡുകള് ഇവിടെ എല്ലാം ഒരേപോലെ അല്ലല്ലോ. 3 സൈഡ് ഉള്ളതുണ്ട്, 4 സൈഡ് ഉള്ളതുണ്ട്. അപ്പൊ നമുക്കത് ഫിഗർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും എളുപ്പല്ലേ? ടീച്ചർ എന്താ ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തരുന്നേ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആട്ടാ വരിക. ഓക്കെ, ചെയ്തോളൂ. വേഗം കമന്റ് ചെയ്തോളൂ. ഏതായിരിക്കും? ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, പോരട്ടെ. ഫോർത്ത് വണ്ണാണ് അല്ലേ? നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബാക്കിയൊക്കെ എന്താണ്? ലൈനുകളാണ്. ഫോർത്ത് വണ്ണം ഒരു കേവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫോർത്ത് വണ്ണം എടുത്ത് ഒഴിവാക്കണം എന്ന് പറയാം. ഓക്കെ, എന്താ പറഞ്ഞത്? ആദ്യത്തതും സെക്കൻഡതും തേർഡും ലൈനുകളാണ്. ആരോകൾ ഒന്നും അവിടെ നോക്കണ്ട. സെക്കൻഡും തേർഡും അവിടെ ആരോകൾ ഉണ്ട് 2 ഭാഗത്തും. ഫസ്റ്റിന് ഒരു ആരോയേ ഉള്ളൂ, ഫോർത്തിന് ആരോകളേ ഇല്ല. അപ്പൊ ആരോകൾ നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ആകെ നമുക്ക് നോക്കാൻ പറ്റിയത് എന്തേ ഉള്ളൂ? ആകെ ലൈനുകളല്ലേ നോക്കാൻ പറ്റിയതുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റും സെക്കൻഡും തേർഡും എന്താണ്? ആരോസ് ആണ്, അല്ലെങ്കിൽ ലൈനുകളാണ്. ഫോർത്ത് വണ്ണോ കേൾഡ് ലൈൻ ആണ് അല്ലെ. നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തി വരയ്ക്കുമ്പോഴൊക്കെ വരയ്ക്കുന്ന ലൈൻ പോലെ ഉണ്ട് അല്ലെ. അപ്പോ ഫോർത്ത് വണ്ണാണ് എടുത്ത് ഒഴിവാക്കേണ്ടത്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചെയ്ത് നോക്കും. നമ്മളെ ബോള് പോലെ ഉണ്ട് അല്ലെ. ഏതായിരിക്കും? ഏതിനെടുത്ത് ഒഴിവാക്കാം? പോരട്ടെ ആൻസേഴ്സ്. പോരട്ടെ. എന്താണ് അവസ്ഥ? കിട്ടുന്നുണ്ടോ? ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഓരോ ആൾക്കാര്. 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്.
1 നിങ്ങൾ ഒഴിവാക്കിയോ? അപ്പോ നമുക്ക് ആൻസർ പറയാം. അതായത് ഫസ്റ്റ് 1 എന്താണ്, ഒരു ബോൾ പോലെ ഉണ്ട് അല്ലെ, പക്ഷെ എല്ലാ ഫിഗേഴ്സും ഒരേപോലെ ഉണ്ട് അല്ലെ. അതിലാകെ വ്യത്യാസമുള്ളത് ആ ഇടയിൽ വരുന്ന ചിഹ്നം മാത്രമേ ഉള്ളൂ അല്ലേ അല്ലേ. ഒരു യു പോലെ ഉണ്ട് ഫസ്റ്റ് ഷേപ്പ് അല്ലെ, അതിൽ എഴുതിയ ഒരു ഷേപ്പാണ് യു പോലെ ഉണ്ട് ഫസ്റ്റ് ഷേപ്പ്. സെക്കൻഡ് 1 ഏത് ആൽഫബറ്റ് പോലെ ഉണ്ട്? ഏത് ആൽഫബറ്റ് പോലെ ഉണ്ട്? വി പോലെ ഉണ്ട് അല്ലെ, വി. തേർഡ് 1 അത് യു ആണോ വി ആണോ നമുക്ക് തന്നെ മനസ്സിലാവണില്ല അല്ലെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കൊണ്ടാണോ അത് എഴുതിയത്? അല്ല. അപ്പൊ ഏകദേശം നമുക്കത് യു ആക്കിയിട്ട് കണക്കൂട്ടാം. ഫോർത്ത് 1 യു ആണ് അല്ലേ. അപ്പൊ ഈ പറഞ്ഞത് നമുക്ക് കിട്ടുമോ? ഫസ്റ്റ് 1 എന്ന് പറയുന്നത് കേർവ്ഡ് ലൈൻ ആണ്. എന്താ കേർവ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ? വളഞ്ഞ ലൈൻ, അത്രയേ ഉള്ളൂ. അപ്പൊ കേർവ് ആണ്. സെക്കൻഡ് 1 സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. തേർഡ് 1 കേർവ്ഡ് ലൈൻ ആണ്. ഫോർത്ത് 1 അതും കേർവ്ഡ് ലൈൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏതിനടുത്ത് ഒഴിവാക്കണം എന്ന് പറയാം? സെക്കൻഡിനടുത്ത് ഒഴിവാക്കണം എന്ന് പറയാം അല്ലെ. എന്തുകൊണ്ടാ? അതിൽ രണ്ടിലും, അതായത് സെക്കൻഡ് 1 കേർവ്ഡ് ലൈൻ ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉള്ളത് അല്ലെ. വി എന്ന് നമ്മൾ എഴുതുക എന്തുകൊണ്ടാ? സ്ട്രെയിറ്റ് വരെയല്ലേ നമ്മൾ വരയ്ക്കുക, വളഞ്ഞ വരല്ലല്ലോ. വളഞ്ഞ വര ആയത് എന്തായി? യു ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? വി എന്ന് എഴുതിയത് എന്താണ്? അതിനെയാണ് നമ്മളെടുത്ത് ഒഴിവാക്കേണ്ടത് എന്ന് പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മളിവിടെ ഒഴിവാക്കുന്നത് സെക്കൻഡ് 1 ആണ്. ഓക്കെ, മാറിപ്പോവരുത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നിങ്ങൾ അതിനൊന്ന് ഒബ്സർവ് ചെയ്യാം. എന്താണ് അതില്, എന്തൊക്കെ ഒരേപോലെ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോൾ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷെ എല്ലാത്തിലും 4 വരകളാണുള്ളത്. അപ്പൊ നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ ആകെ ഇതിൽ വ്യത്യാസം കിടക്കുന്നത് എന്തേ ഉള്ളൂ? യു അല്ലെങ്കിൽ വി എന്ന് പറയുന്ന അങ്ങനത്തെ ഓരോ സൈനുകൾ ഉണ്ടാവും. അതിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ആരോസിനെ നമ്മൾ നോക്കി, പക്ഷെ ആരോസും ചിലതിൽ എന്താണ് ഓരോ നമ്പർ വരുന്നുണ്ട്. ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാം ആരോന്റെ എണ്ണം നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഒരാൾക്ക് ആൻസർ മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇതിൽ നോക്കുന്നത് അവിടെ ഉള്ളിൽ എഴുതിയ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ. അറ്റൻഡൻസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെ പേര് ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അതിൻ്റെ ഉള്ളില് നമ്മളൊരു ലെറ്റർ പോലെ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു സിമ്പിൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതില് എന്താണ്? ഫസ്റ്റ് 1 കേർവ്ഡ് ലൈൻ ആണ് അല്ലേ. നേരെ നോക്കി നോക്കൂ, കേർവ്ഡ് ലൈൻ ആണ് അവിടെ യൂസ് ചെയ്തത്. സെക്കൻഡ് 1 സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. വി എന്ന് നമ്മൾ എഴുതാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. തേർഡ് 1 കേർവ്ഡ് ലൈൻ അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ? ഇല്ല. ഫോർത്ത് 1 കേർവ്ഡ് ലൈൻ ആണ്. അപ്പൊ ആകെ നമുക്ക് ഇവിടെ ഉള്ളത് എന്തേ ഉള്ളൂ? സെക്കൻഡ് 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് 1 ഒഴിവാക്കി. അതായത് സെക്കൻഡ് 1 ആണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ് ആയില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഡ് 1 ഔട്ട് ആണ്. എന്താ ഈ ഓഡ് 1 ഔട്ട് എന്ന് പറയുന്നത്? നമുക്ക് പറ്റാത്ത ആളെ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ആളെ നമ്മൾ ഒഴിവാക്കും. അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓരോ ക്വസ്റ്റ്യനും എന്താണ്? ഓരോ പോലെയാണ്. നിങ്ങൾ നോക്കണം. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് നോക്കണം. അതായത് ആരോസോ ലൈൻസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓഡ് 1 ഔട്ടാണ്. ഓഡ് 1 ഔട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക്ഷീറ്റ് തരൂ കേട്ടോ. വർക്ക്ഷീറ്റ് ചെയ്യാം, ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്.